കോഴിക്കോട് പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന കാറ് കത്തി മരിച്ച 6 മാസം ഗർഭിണിയായ സോന റെജിന്റെ കാര്യമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതിൽ ഭയങ്കരമായിട്ടും ഗുരുതരമായ ദുരൂഹതകൾ എന്തായാലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വീട്ടുകാർക്ക് ഭയങ്കര സംശയമുണ്ട്. അതേപോലെ തന്നെ ഇതിന് നമുക്ക് കുറേ എവിഡൻസും കിട്ടിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ സോന റെജിൻ, ഈ സോനയും റെജിനും ആദ്യം സ്നേഹത്തിലായിരുന്നു. പക്ഷെ പിന്നീട് റെജിൻ ജോലി കേട്ട് ദുബായിലോട്ടോ ഗൾഫിലോട്ടോ മറ്റും പോയ സമയത്ത് റെജിനും സോനയും തമ്മിൽ ജസ്റ്റ് എന്തോ പിരിയാനുള്ള ഒരു ഇതിലോട്ടൊക്കെ മാറുന്നു. അതായത് റെജിന് താല്പര്യമില്ലാത്ത രീതിയിൽ സോനയോട് താല്പര്യമില്ല എന്ന രീതിയിലോട്ട് ആകുന്നുണ്ട്. അപ്പോൾ പിന്നീട് അത് ഭയങ്കര പ്രശ്നമാകുന്നു. വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നു. എന്നിട്ടൊന്നും പ്രശ്നം തീരുന്നില്ല. ലാസ്റ്റ് ഈ സോന ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങളായിട്ട് ഇടപെടുന്നു. പോലീസുകാർ ഇടപെടുന്നു. അങ്ങനെയാണ് വീണ്ടും ഇത് ഒത്തുതീർപ്പാക്കി ഈ കല്യാണത്തിലോട്ട് പോകുന്നത്. 2023 ഈ കല്യാണം നടക്കുന്നത്. അതായത് ഈ സംഭവം നടക്കാൻ നേരത്ത് ഈ പറയുന്ന സോന ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ഈ ടൈമിൽ, അതായത് തീ പിടിക്കുന്ന ടൈമിൽ റെജിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീ പിടിച്ച സമയത്ത് അടുത്തുള്ള തോട്ടിലോട്ട് ഓടി ചാടി രക്ഷപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ ഒരു കാര്യം? അതായത് ഈ ഓടി രക്ഷപ്പെടാനാണോ നോക്കണത്? ഈ ഭാര്യയും കുഞ്ഞും, വയറ്റിലൊരു കുഞ്ഞുള്ള ഇവന്റെ കുഞ്ഞാന്ന് ആലോചിക്കണം. ആ കുഞ്ഞും വയറ്റിൽ കിടക്കാൻ നേരത്തെ ആ ഭാര്യനെ കാത്തിട്ടിട്ട് ആ ഭാര്യനെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒരു ശ്രമവും നോക്കാതെ ഓടി സ്വയം ജീവൻ രക്ഷിക്കാനാണോ ശ്രമിക്കുന്നത്? പേടിച്ചിട്ടാണെങ്കിലും നമ്മൾ അവിടെ നിൽക്കുകയൊന്നും ചെയ്യില്ലേ? ഇത് അതുപോലെ അത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി അങ്ങ് അപ്പുറത്തുള്ള തോട്ടിൽ പോയി ചാടിയേക്കണം. അവന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കിയില്ല, ആ പെണ്ണിനെ രക്ഷിക്കാൻ നോക്കിയില്ല. അവനൊന്ന് രക്ഷിക്കാനുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നോ? അവനതൊന്നിനും ഒരു രീതിയിലുള്ള ഒരു ശ്രമവും നടത്താതെ അവനോടി അവന്റെ ജീവൻ രക്ഷിക്കാനാണ് നോക്കിയത്. ഇതിൽ തന്നെ എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് സ്നേഹമുള്ളൊരു ഒരാൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റാൻ നേരം നമ്മൾ അങ്ങനെ ചെയ്യും. അതും അവന്റെ സ്വന്തം കുഞ്ഞുകൂടി ആ പെണ്ണിന്റെ വയറ്റിലുണ്ടെന്ന് ഓർക്കണം. ആ സമയത്താണ് അവൻ ഇങ്ങനൊരു ക്രൂരത ചെയ്തേക്കുന്നത്. ഇതിലെന്തോ വശപ്പിച്ചിട്ടുണ്ട്. ഇതിനിടക്കാണെങ്കിൽ കാറ് പരിശോധിച്ച ഫോറൻസിക് ഉദ്യോഗസ്ഥർ പറയുന്നത് കാറിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. പിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന പ്രാഥമിക നിഗമനം. കാറിനുള്ളിലെ വയറിംഗിനും ഇന്ധന ടാങ്കിനും ഒന്നും തന്നെ പ്രശ്നങ്ങളില്ല. ദിൽഷ തലൻ കോഴിക്കോട് എന്ന വാർത്തയുടെ വിവരങ്ങൾ വെച്ചു. ദിൽഷ, എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഹാഷ്മി, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച അതിദാരുണമായിട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഒരു ദുരൂഹത സംശയിക്കുകയാണ് അന്വേഷണ സംഘം. ഈ തീ പിടിച്ചതിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതായത് ഈ കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിനും മറ്റുമൊന്നും തന്നെ തകരാറുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാറിൽ നിന്നും കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മറ്റൊരു കുപ്പിയിൽ ഈ പെട്രോൾ അടക്കമുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതും ഈ പരിശോധനയ്ക്ക് അകത്ത് വരും. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. കക്കറമുക്ക് സ്വദേശിയായിട്ടുള്ള സോനയാണ് മരിച്ചത്. സോനയുടെ ഭർത്താവ് റിജിൻ ലാലിന് ഗുരുതരമായിട്ട് തന്നെ പൊള്ളലേറ്റിട്ടുമുണ്ട്. ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ വെച്ചിട്ടായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതായത് രാത്രി ഏകദേശം 9 മണിയോടെ ഇരുവരും ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. 6 മാസം ഗർഭിണിയാണ് സോന. കാറിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഈ റിജിൻ പെട്ടെന്ന് പുറത്തിറങ്ങി. ഇതിനിടെ കാറ് പെട്ടെന്ന് ലോക്ക് ആവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ സോനയ്ക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. തുടർന്ന് വലിയ സ്ഫോടന ശബ്ദത്തോടെ ഈ കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള നാട്ടുകാരുടെ എല്ലാം മൊഴി. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു കൂടുതൽ അന്വേഷണം എന്തായാലും പുരോഗമിക്കുകയാണ്. കാറിൽ നിന്നും കൂടുതൽ സാമ്പിളുകൾ എല്ലാം തന്നെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൽ കാർ പൊട്ടിത്തെറിക്കുന്നത് ഇതൊരു വിജനമായ പ്രദേശമാണ്, ചെറിയ റോഡുമാണ്. ഈ പ്രദേശത്തിന്റെ ഭാഗത്തായി ഏകദേശം 100 മീറ്ററോളം അകലെയാണ് ഒരു വീടുള്ളത്. ഈ കാർ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് ആ വീട്ടിലുള്ളവർ ഇറങ്ങി വന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഈ കാറ് ഇങ്ങനെ കത്തുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ തൊട്ടടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി പെട്ടെന്ന് വന്ന് പാത്രങ്ങളും ഒക്കെ ആയി വന്ന് ഈ കാറിന് തൊട്ടടുത്തായി ചെറിയൊരു ചാലുണ്ട്. ആ ചാലിൽ നിന്ന് വെള്ളം കോരിയാണ് ആദ്യം ഈ കാറിന്റെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ചാലിൽ ഈ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ റിജിൻ ലാല് ചാലിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ റിജിൻ ലാലിനെ പെട്ടെന്ന് നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഈ സമയത്താണ് റിജിൻ ലാൽ പറയുന്നത് കാറിനുള്ളിൽ ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളത്. തന്റെ ഭാര്യ സോന കാറിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെയാണ് കാർ പൂർണ്ണമായി തീ അണച്ചതിന് ശേഷം
സോനയെ പുറത്തേക്ക് ഇറക്കുന്നത്. ഈ സമയത്ത് സോനയ്ക്ക് ചെറുതായി ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതായത് കാറിന്റെ ബാക്കിൽ നിന്നൊരു ബ്ലാസ്റ്റിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാന്ന് പറയാൻ നേരത്ത് മേ ബി ഒന്നി എന്തെങ്കിലും മദ്യക്കുപ്പിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പെട്രോളോ ഡീസലോ അങ്ങനെ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റിന്റെ സൗണ്ട് കേട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയൊക്കെ സംശയിക്കേണ്ടി വരും. അതോ ഈ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥര്, അതായത് ഫോറൻസിക്കിന്റെ ആൾക്കാർ വന്ന് പരിശോധിച്ചപ്പോഴത്തേന് അതിനകത്ത് പ്രത്യേകിച്ച് ആ കാറിന് തകരാറൊന്നും ഇല്ല എന്നൊരു രീതിയിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് കാറിന് തീപിടുത്തം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയ റെജിൻലാല് കാറിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പൊ റെജിൻലാലിന് മനസ്സിലായി റെജിൻലാലിന്റെ വസ്ത്രത്തിൽ തീ പിടിച്ചെന്നുള്ള കാര്യം. പുള്ളി എന്ത് ചെയ്തു, അവിടെയുള്ള ആ ചാലിലോട്ട് എടുത്ത് ചാടി. പക്ഷെ ആ സമയത്തും ഇയാള് അതിലുള്ള ഭാര്യനെയും മറ്റാരെയും രക്ഷിക്കാനായിട്ടൊന്നും ശ്രമിച്ചില്ല. ഇനി ഇവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് പോവുകയാണെങ്കിൽ ഇവരുടെ കുടുംബജീവിതം എന്നത് അത്ര രസകരമായിരുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെജിൻലാലും ഈ പറയുന്ന സോനയും പരിചയപ്പെടുന്ന ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയാണ്. ആ സമയത്ത് ഇവര് ഇഷ്ടത്തിലായി, ഇവരുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു. ആ സമയത്ത് തന്നെ ഈ റെജിൻലാലിനെ ഗൾഫിൽ വെച്ചിട്ട്, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഗൾഫിലാണ് റെജിൻലാല്. ആ സമയത്ത് തന്നെ റെജിൻലാലിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടാകും. അതേ സംബന്ധിച്ചിട്ട് റെജിൻലാൽ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് മറ്റൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേനും സോന പറയുന്നു സോന ആത്മഹത്യ ചെയ്യും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങളോട്ട് കിടക്കുന്നു. പോലീസുകാർ ഇടപെടുന്നു. അങ്ങനെയാണ് വീണ്ടും ഇത് ഒത്തുതീർപ്പാക്കി ഈ കല്യാണത്തിലോട്ട് പോകുന്നത്. 2023 ഈ കല്യാണം നടക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ കാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ കാറിൽ നിന്ന്, അതായത് AC നിന്ന് തീ കത്തി പിന്നിലോട്ട് വന്നിട്ടില്ല. അതായത് കാറിന്റെ പുറകു ഭാഗത്ത് തീ കത്തുന്നത് കണ്ട നാട്ടുകാർ പറയണത് കാറിന്റെ പുറകിലൊരു വലിയൊരു സ്ഫോടനം ഉണ്ടായി എന്നാണ് പറയുന്നത്. കാറിന്റെ പിൻസീറ്റിൽ ആളുണ്ടെന്ന് ഇയാൾ പറഞ്ഞപ്പോഴാ കാർ അത്രയും കത്തി അമർന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ അത് നാട്ടുകാർക്ക് ഭയങ്കര സംശയമായിപ്പോയി. കാരണം ഇത്ര നേരമായിട്ടും ഇങ്ങേരത് പറഞ്ഞില്ലല്ലോ. ഈ അതായത് ഒരാളുണ്ടെന്നാ പറഞ്ഞത്, ഭാര്യയെന്നല്ല, ഒരാളുണ്ടെന്നാ പറഞ്ഞത്. അകത്ത് നിന്ന് ഈ പെൺകുട്ടിയെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നോക്കിയപ്പോൾ ഇതിന്റെ കാറിന്റെ ഡോറ് ലോക്കാണ്. ഡോറ് ലോക്ക് ആയതുകൊണ്ട് ആ വഴി ശ്രമിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഇവര് ഡോറിന്റെ ഗ്ലാസ് കുത്തിപ്പൊട്ടിച്ചിട്ടാണ് ഈ കുട്ടിയെ പുറത്തിറക്കിയത്. അപ്പൊ കുട്ടിയെ പുറത്തിറക്കിയ സമയത്ത് പെൺകുട്ടിക്ക് ഒരു ജീവൻ ഉണ്ടായിരുന്നു കുറച്ച്. അതായത് ഈ സംഭവം ഉണ്ടായ സമയത്ത് ഈ പെൺകുട്ടി കാറിൽ കിടത്തിയിരിക്കുകയാണ്. ആ ടൈമില് ഇയാൾ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ, അതായത് ഭാര്യയെ ഫ്രണ്ടിലിരുത്താതെ കാറിന്റെ പിൻഭാഗത്ത് കിടത്തിയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയത്. എനിക്ക് തോന്നുന്നത് ഈ സ്പോട്ടും ഈ ഇവരുടെ വീടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും 2 കിലോമീറ്റർ അടുത്ത് വ്യത്യാസമാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ പറയുന്നത്, അതായത് എല്ലാവരും പറയുന്നത് ഇയാൾക്ക് ഓൾറെഡി സ്ത്രീകളുടെ ബന്ധങ്ങൾ ഉള്ളതാണ്. പരസ്ത്രീ ബന്ധങ്ങൾ ഒരുപാട് ഉണ്ടെന്നാണ് ഇപ്പോൾ എല്ലാവരും തന്നെ പറയുന്നത്. എന്തായാലും ആ പെൺകുട്ടി ഒരു ഗർഭിണിയായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ആ പെൺകുട്ടി കിടത്തി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ സാധിക്കില്ല. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്ക്, അത് തിരിച്ചു വന്ന വഴിക്ക് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സെഡേഷന്റെ എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് എന്തെങ്കിലും ഈ പെൺകുട്ടിക്ക് കൊടുത്തോ എന്നൊരു ഡൗട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാറ് ഈ കിടന്നു കഴിയുമ്പോഴത്തേക്കും പൊതുവെ ഗർഭിണികൾക്ക് പെട്ടെന്ന് ചാടി എഴുന്നേക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ ഈ പെൺകുട്ടിക്ക് കിടന്നു പോയത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് അതിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എഴുന്നേക്കണമെങ്കിൽ ലോക്ക് തുറക്കണമല്ലോ. അപ്പൊ വണ്ടി ലോക്കാണ്. ഈ പെൺകുട്ടിക്ക് എഴുന്നേക്കാനും പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോഴത്തേന് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ റെജിന ഏകദേശം 60% പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഉള്ളപ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യണം, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാരാ കുടുംബത്തിലെ നാഥൻ എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെ? അപ്പൊ നമ്മളെന്തായാലും അത് നാഥനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കത്തില്ല. നമുക്ക് സ്നേഹമുള്ള ആൾക്കാരെ എപ്പോഴും അങ്ങനെ ആയിരിക്കും. പൊള്ളലേറ്റപ്പോഴത്തേനും ഓൾറെഡി അയാളുടെ ബോഡി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും നോക്കിയേക്കണത്. പക്ഷെ എന്നാലും ആ ഭാര്യനെയും കൂടി നമ്മൾ അതിനകത്ത് രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ നോക്കത്തില്ലേ? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭാഗമാണല്ലോ അതെന്ന് പറയുമ്പോൾ, നമ്മുടെ ഒരു ശരീരത്തിന്റെ ഭാഗം കൂടെ ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. എന്തായാലും ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാരണം ഇപ്പോൾ കാറിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണെങ്കിലും കാറിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ എന്തോ ബ്ലാസ്റ്റ് ചെയ്തെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തോ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പെട്രോളോ മദ്യക്കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഈ വണ്ടിയിൽ ഉണ്ടായി കാണണം.
നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ഒരു അപകടം പറ്റിയപ്പോഴത്തേക്കും നമ്മൾ എന്തായിരിക്കും ചെയ്യണം? നമ്മുടെ കാറിന് എന്തെങ്കിലും സ്മോക്കോ അതുപോലെ തീ പിടുത്തം ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും മുൻസീറ്റിലിരിക്കുന്ന ആള് സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് വേഗം പുറത്തിറങ്ങിയിട്ട് പുറകിലിരിക്കുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യനെ ലോക്ക് തുറന്നെടുത്ത് പുറത്തേക്ക് ഇറക്കി അങ്ങോട്ടും ഇവിടെയും മാറ്റിയിരുത്തും. അതാണ് നമ്മൾ എല്ലാവരും തന്നെ മനുഷ്യസഹജമുള്ള എല്ലാവരും, അതായത് കുടുംബത്തിനോട് സ്നേഹമുള്ള എല്ലാ പുരുഷന്മാരാണെങ്കിലും ഈ അയാളുടെ സ്ഥാനത്ത് ഒരു സ്ത്രീ ആണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയായിരിക്കും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവരെ കൊണ്ട് നമ്മൾ രക്ഷിക്കാൻ നോക്കും. അല്ലാതെ സ്വന്തമായിട്ട് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള രീതി മാത്രമല്ല, നമ്മളൊന്ന് ഓർക്കണം, ആ പെൺകുട്ടി ഗർഭിണിയാണ്, ഇവന്റെ കുഞ്ഞാണ് ആ പെണ്ണിന്റെ വയറ്റിലുള്ളത്. ആ കുഞ്ഞിനെ പോലും ഓർക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിലെന്തൊക്കെയോ തരികിടകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാറിന്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ കാറിന്റെ പെട്രോൾ ടാങ്കിന് ലീക്ക് വന്നിട്ടില്ല. പിന്നെയാണെങ്കിൽ കാറിന്റെ എഞ്ചിന്റെ റേഡിയേഷന് അവിടുത്തെ തീ പടർന്നിട്ടില്ല. പിന്നെയാണെങ്കിൽ AC-യിൽ നിന്നും തീ പടർന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇതിൽ കാറിൽ പ്രശ്നമുണ്ടായി? അതായത് ഇവര് പരിശോധിച്ചിട്ട്, ഫോറൻസിക് ആൾക്കാർ പരിശോധിച്ചിട്ട് കാറിന് യാതൊരു പ്രശ്നമില്ല എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പക്ഷേ കാറിന്റെ പിൻഭാഗത്തുനിന്ന് ഒരു സ്ഫോടന വസ്തു ഉണ്ടായിട്ടുണ്ടാകണം എന്നാണ് നിഗമനം. കാരണം വെച്ചാൽ പൊട്ടിത്തെറി അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം നോക്കുമ്പോഴത്തേനും ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഇയാൾ അതിനിടക്കാണ് ഈ ഭാര്യയെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ തന്നെ പല പല കാര്യങ്ങൾ. പിന്നെ ഇവരുടെ ഫാമിലി ലൈഫ്, ഇദ്ദേഹത്തിന്റെ പരസ്പര ബന്ധം, അങ്ങനെ എന്തൊക്കെയോ കശപിശകൾ മുഴുവനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ വീടും ഈ സംഭവം ഉണ്ടായ സ്പോട്ടും ഏകദേശം അടുത്തടുത്താണ്. ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഇയാൾ മർഡറിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ആ ടൈമിൽ ഈ സാധനങ്ങൾ ഇയാളുടെ വീടിന്റെ അടുത്ത് തന്നെയാണല്ലോ ഈ സ്പോട്ട്, അവിടെ ഒരിടത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അതോ ഇയാളെ കാർ ഇടക്ക് വെച്ച് എല്ലാം സ്റ്റോപ്പ് ചെയ്തോ? എന്തുകൊണ്ട് ഈ പെൺകുട്ടി അങ്ങനെ തളർന്ന് കിടന്നു? അങ്ങനെ പല ചോദ്യങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഷർട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഷർട്ടിന്റെ തീ പടർന്നേക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഏകദേശമൊക്കെ ഒരു ധാരണ പോലീസ് കൃത്യങ്ങൾക്ക് ഉണ്ടാകും.